വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ബിസിനസ് സർവീസസിൽ കമ്മ്യൂണിക്കേഷൻ സർവീസസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സർവീസസാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഇന്ന്. പോസ്റ്റൽ സർവീസ്, രണ്ടാമത്തേത് ടെലികോം സർവീസ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം, പോസ്റ്റൽ സർവീസസ്. ഇപ്പോൾ ഇന്ത്യയിൽ പോസ്റ്റൽ സർവീസ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ പോസ്റ്റൽ സർവീസിനെ കുറിച്ച് പഠിക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ്സ് വേരിയസ് പോസ്റ്റൽ സർവീസസ് അക്രോസ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ പോസ്റ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ. അപ്പോൾ ഈ പോസ്റ്റൽ സർവീസ് ഇന്ത്യയിൽ മുഴുവൻ പ്രൊവൈഡ് ചെയ്യാം. ദേ ഡിവൈഡ് ദ ഹോൾ കൺട്രി ഇൻറ്റു 22 പോസ്റ്റൽ സർക്കിൾസ്. 22 പോസ്റ്റൽ സർക്കിൾസായിട്ട് ഇന്ത്യയെ മുഴുവൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദീസ് പോസ്റ്റൽ സർക്കിൾസ് മാനേജ് ദ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് വേരിയസ് ഹെഡ് പോസ്റ്റ് ഓഫീസസ്, സബ് പോസ്റ്റ് ഓഫീസസ് ആൻഡ് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസസ്. പോസ്റ്റൽ സർക്കിൾസിൻ്റെ കീഴിൽ ഹെഡ് പോസ്റ്റ് ഓഫീസസ് ഉണ്ട്, സബ് പോസ്റ്റ് ഓഫീസസ് ഉണ്ട്, അതുപോലെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസസ് ഉണ്ട്. ഈ 22 സർക്കിൾസ് വഴിയാണ് ഇവയെല്ലാം മാനേജ് ചെയ്യപ്പെടുന്നത്. ദെൻ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതിലൊന്നാമത്തെ സർവീസാണ് ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ആണ് ഏറ്റവും ട്രഡീഷണലായിട്ടുണ്ടായിരുന്ന ഫിനാൻഷ്യൽ സർവീസ്. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം, വിത്ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്തരം ഒരു സേവിങ്സ് അക്കൗണ്ട്. ദെൻ റെക്കറിങ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. അതായത് മന്ത്ലി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഫിക്സ്ഡ് എമൗണ്ട് ക്യാൻ ബി ഇൻവെസ്റ്റഡ് എവറി മന്ത്. ഡെയിലി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അക്കൗണ്ടുകളുണ്ട് പോസ്റ്റ് ഓഫീസിൽ. റെക്കറിങ് ഡിപ്പോസിറ്റ്, അതൊരു ഫിക്സ്ഡ് പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ പീരീഡിന് ശേഷം വിത്ത് ഇൻട്രസ്റ്റ് വി ക്യാൻ ഗെറ്റ് ബാക്ക് ദി എമൗണ്ട്. ദെൻ കിസാൻ വികാസ് പത്ര, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളാണ് കിസാൻ വികാസ് പത്ര, അതുപോലെ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ദെൻ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഈസ് ഓൾസോ വെരി ഫേമസ്. ഇപ്പം പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. ഇപ്പോൾ 2018 പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു പേയ്മെൻറ്റ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് RBI's പെർമിഷൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ പേയ്മെൻറ്റ് ബാങ്ക്. ഈ പേയ്മെൻറ്റ് ബാങ്കിൽ ഒരു UPI ആപ്പുണ്ട്, നമ്മുടെ ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ പോലെ ഒരു ആപ്പാണ് ഡാക് പേ. പോസ്റ്റ് ഓഫീസിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആപ്പാണ്. ഈ പേയ്മെൻറ്റ് ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് എമൗണ്ട് വിത്ഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി. 5000 രൂപ വരെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആധാർ കാർഡുമായി പോസ്റ്റ് ഓഫീസിൽ പോയാൽ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇത്രയും പോസ്റ്റൽ ഫിനാൻഷ്യൽ സർവീസസ് ആണ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തേത് മെയിൽ ഫെസിലിറ്റീസ്. നമുക്കെല്ലാം ഫെമിലിയറാണ്. കത്തുകൾ അയക്കാറുണ്ട്, നമ്മൾ റിസീവ് ചെയ്യാറുണ്ട്, ആപ്ലിക്കേഷൻസ് അയക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാമുള്ള ഒരു ഫെസിലിറ്റിയാണ് മെയിൽ ഫെസിലിറ്റി. മെയിൽ ഫെസിലിറ്റീസിൽ നമുക്ക് സാധാരണ ലെറ്റേഴ്സ് അയക്കാം, ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കാം. അതുകൂടാതെ അല്പം നമുക്ക് ബുക്സൊക്കെ അയക്കണമെങ്കിൽ, അല്പം ഹെവി ആയ ഒബ്ജക്ട്സ്, ഭാരം കൂടിയ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ വലിയ സൈസുള്ള ഒബ്ജക്റ്റൊക്കെ അയക്കണമെങ്കിൽ നമ്മൾ സാധാരണ പോസ്റ്റായിട്ടല്ല അയക്കുന്നത്, അത് നമ്മൾ പാഴ്സലായിട്ടാണ് അയക്കുക. പാഴ്സൽ ഫെസിലിറ്റി. ഓക്കെ, പാഴ്സൽ ഫെസിലിറ്റി ഈസ് ദെയർ. ദെൻ നമുക്ക് അയക്കുന്ന ലെറ്റർ ആ ഡെസ്റ്റിനേഷൻ, നമുക്ക് പ്രധാനപ്പെട്ട ഒരു ലെറ്ററാണ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ, പ്രത്യേകം ഫോർ എക്സാമ്പിൾ നമുക്ക് SSLC ബുക്ക് ഒക്കെ ചിലപ്പോൾ അയക്കേണ്ടി വരാം. അങ്ങനെ അയക്കുന്ന സമയത്ത് ഇതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ഓർഡിനറി പോസ്റ്റിൽ 10 രൂപയുടെ സ്റ്റാമ്പോ 5-10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഡെസ്റ്റിനേഷനിൽ എത്തണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എല്ലാം കൃത്യമായിട്ട് എത്താറുണ്ട്, പക്ഷേ എത്തിയില്ല, വഴിക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കത് ട്രേസ് ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ നമ്മൾ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സൊക്കെയാണ് അയക്കുന്നതെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ആർട്ടിക്കിൾസ്. അത് സെക്യൂർ ആണ്. അത് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ വൈകിയാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയും. അതുപോലെ പോസ്റ്റ് ഓഫീസസ് ഓൾസോ പ്രൊവൈഡ് ഫോർ ഇൻഷുറൻസ് ഫെസിലിറ്റി. നമ്മൾ അയക്കുന്ന ആർട്ടിക്കിൾസ് നമുക്ക് ഇൻഷുർ ചെയ്യാം. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പോസ്റ്റിൽ അയക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഷുർ ചെയ്യാം. അത് അഥവാ പോസ്റ്റിൽ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടാൽ നമുക്കതിൻ്റെ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും മെയിൽ ഫെസിലിറ്റീസാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൽ സർവീസസ് കൺസിസ്റ്റ് ഓഫ് പാഴ്സൽ ഫെസിലിറ്റീസ്. പാഴ്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റുള്ള അല്ലെങ്കിൽ വലിയ സൈസുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ പേപ്പേഴ്സ് അത് നമ്മൾ പാഴ്സലായിട്ടാണ് അയക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേപ്പർ ഒന്നിച്ച് ഒരു ബണ്ടിലാക്കി അത് പാഴ്സലായിട്ടാണ് പോസ്റ്റ് ഓഫീസ് വഴി അത് വാല്യുവേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബുക്സൊക്കെ ഇതുപോലെ പാഴ്സലായിട്ട് അയക്കാം. ദെൻ രജിസ്ട്രേഷൻ ഫെസിലിറ്റി ടു പ്രൊവൈഡ് security of transmitted articles and insurance facility to provide insurance cover for all risks in the course of transmission by post. Then next, allied services, മറ്റ് ചില സേവനങ്ങൾ. ഒന്നാമത്തേത് ഗ്രീറ്റിംഗ് പോസ്റ്റ്. പോസ്റ്റ് ഓഫീസസ് ഹാഡ് പ്രീ-പ്രിൻറ്റഡ് ഗ്രീറ്റിംഗ് കാർഡ്സ്. പ്രീ-പ്രിൻറ്റഡായ ഗ്രീറ്റിംഗ് കാർഡുകൾ, പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺസിൽ, ബർത്ത്ഡേയ്സിൽ ഒക്കെ അയക്കാൻ പ്രീ-പ്രിൻറ്റഡായ ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കാൻ കഴിയും. രണ്ടാമത്തേതാണ് മീഡിയ പോസ്റ്റ്. മീഡിയ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് കാർഡ് ഒക്കെ അയക്കുമ്പോൾ അല്ലെങ്കിൽ ചില കവറുകളൊക്കെ വാങ്ങും, പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിയാൽ അതിൻ്റെ ഒരു സൈഡിൽ പരസ്യം അഡ്വർടൈസ്മെൻറ്റ്സ് കാണാം. ഓക്കെ, അപ്പോൾ മീഡിയ പോസ്റ്റ് ഈസ് എ ഫെസിലിറ്റി ഫോർ കോർപ്പറേറ്റ്സ് ടു അഡ്വർടൈസ് ദെയർ ബ്രാൻഡ്സ്. കോർപ്പറേറ്റ്സിന് അവരുടെ ബ്രാൻഡ് അഡ്വർടൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. ദെൻ തേർഡ് ഈസ് ഡയറക്റ്റ് പോസ്റ്റ്. ഇതും കോർപ്പറേറ്റ്സിന് അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. പ്രത്യേകിച്ച് ജ്വല്ലറികളൊക്കെ അഡ്രസ്ഡായോ അൺഅഡ്രസ്ഡായോ അവരുടെ ബ്രോഷേഴ്സ് അയച്ചു കൊടുക്കാറുണ്ട് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിന്. അത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം. ദെൻ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ. Post offices also assist in the transfer of money between nations. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളുമായി പണം കൈമാറ്റം ചെയ്യാൻ പോസ്റ്റ് ഓഫീസ് വഴിയും സാധിക്കും. ദെൻ പാസ്പോർട്ട് ഫെസിലിറ്റീസ്. പാസ്പോർട്ട് ആപ്ലിക്കേഷൻസ് ക്യാൻ ബി ഗിവൺ ത്രൂ പോസ്റ്റ് ഓഫീസസ്. ദെൻ നെക്സ്റ്റ് സ്പീഡ് പോസ്റ്റ്. സ്പീഡ് പോസ്റ്റ് ഫെസിലിറ്റി ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ പോസ്റ്റ് ഓഫീസസ് ഹാവ് സ്പീഡ് പോസ്റ്റ് ഫെസിലിറ്റി. സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുന്നത് പോലെ തന്നെ നമുക്കൊരു ആർട്ടിക്കിൾ പ്രധാനപ്പെട്ടതാണ്, അത് പെട്ടെന്ന് എത്തേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് ഡിലേ അത് നമുക്ക് സ്പീഡ് പോസ്റ്റായിട്ട് അയക്കാം. ഓക്കെ, ദെൻ ഇ ബിൽ പോസ്റ്റ്. ഇ ബിൽ പോസ്റ്റ് ടെലിഫോൺ ബിൽ, നേരത്തെ ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്നപ്പോൾ BSNLൻ്റെ ലാൻഡ് ഫോൺ ബില്ലൊക്കെ അടയ്ക്കുന്നത് പോസ്റ്റ് ഓഫീസിലായിരുന്നു. ഓക്കെ, ഇ ബിൽ പോസ്റ്റ്, അത്തരം ബിൽ കളക്ഷൻസ് പോസ്റ്റ് ഓഫീസുകൾ ചെയ്യുന്നുണ്ട്. ഇത്രയും സർവീസസ് ആണ് പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞത് ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ്, രണ്ടാമത്തത് മെയിൽ ഫെസിലിറ്റി, 3 ആലീഡ് ഫെസിലിറ്റീസ്. ആലീഡ് ഫെസിലിറ്റീസിൽ ഗ്രീറ്റിംഗ് പോസ്റ്റ്, മീഡിയ പോസ്റ്റ്, ഡയറക്റ്റ് പോസ്റ്റ്, ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ, പാസ്പോർട്ട് ഫെസിലിറ്റീസ്, സ്പീഡ് പോസ്റ്റ് ആൻഡ് ഇ ബിൽ പോസ്റ്റ്. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി ടെലികോം സർവീസസ്. ടെലികോം സർവീസസ് ടെക്നോളജിക്കലായിട്ട് വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന, ഒരു പരിധിവരെ അഡ്വാൻസ്ഡ് ആയ ഒരു ഏരിയയാണ് ഈ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസസ്. അതിൽ ഒന്നാമത്തേതാണ് സെല്ലുലാർ മൊബൈൽ സർവീസസ്. മൊബൈൽ ഫോൺ നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. നമ്മൾ വോയിസ് കോൾ ചെയ്യാറുണ്ട്, വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്, പിക്ചേഴ്സ് അയക്കാറുണ്ട്, റിസീവ് ചെയ്യാറുണ്ട്, വീഡിയോസ് അയക്കാറുണ്ട്, റിസീവ് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഡോക്യുമെൻറ്റ്സൊക്കെ അയക്കാറുണ്ട്, അതും റിസീവ് ചെയ്യാറുണ്ട്. ഇങ്ങനെ
പലതരത്തിലുള്ള സർവീസസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് cellular mobile services are all types of mobile telecom services including voice and non-voice messages, data services and PCO services utilizing any type of network equipment within their service area. അപ്പോൾ ഇത്തരം സർവീസുകളൊക്കെ അവൈൽ ചെയ്യാൻ കഴിയുന്ന ഏത് നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റിനെയും സെല്ലുലാർ മൊബൈൽ സർവീസ് അതുപയോഗിച്ച് നമ്മൾ അവൈൽ ചെയ്യുന്ന സേവനങ്ങളെയൊക്കെ നമ്മൾ സെല്ലുലാർ മൊബൈൽ സർവീസസ് എന്നാണ് പറയുന്നത്. സോ ദേ പ്രൊവൈഡ് ഡയറക്റ്റ് ഇൻ്റർ കണക്ടിവിറ്റി വിത്ത് എനി അതർ ടൈപ്പ് ഓഫ് ടെലികോം സർവീസസ്. ദെൻ സെക്കൻഡ്, ഫിക്സ്ഡ് ലൈൻ സർവീസസ്. ലോങ് ഡിസ്റ്റൻസിലേക്ക് ഡാറ്റ ട്രാഫിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫിക്സ്ഡ് ലൈൻ സർവീസ്. ഇപ്പോൾ ടെലികോം സർവീസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് ഫിക്സ്ഡ് ലൈനായിരുന്നു എല്ലാ ഫോൺ സർവീസുകൾക്കും ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് മൊബൈൽ ഫോൺ വന്നപ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡായിട്ടുള്ള ഫിക്സ്ഡ് ലൈനുകൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവിടെ പകരം നമ്മൾ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ഡാറ്റ ട്രാഫിക്കിന് ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ ടൈപ്സ് ഓഫ് ഫിക്സ്ഡ് സർവീസസ് including voice and non-voice messages and data services to establish linkages for long distance traffic വേണ്ടി. Okay, so then third is cable service. നമ്മൾ ടെലിവിഷനൊക്കെ ഉള്ളവർക്കറിയാം, കേബിൾ കണക്ഷൻ എടുക്കാറുണ്ട്. ഓക്കെ, ദീസ് ലിങ്കേജസ് വിത്ത് ലൈസൻസ്ഡ് ഒരു ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അവർക്കൊരു ലൈസൻസ്ഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഒരു ഏരിയയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ലിങ്കേജസ് വിത്തിൻ എ ലൈസൻസ്ഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ടു ഓപ്പറേറ്റ് മീഡിയ സർവീസസ്. സാധാരണഗതിയിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ സർവീസാണ് ഈ കേബിൾ സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2-വേ കമ്മ്യൂണിക്കേഷൻ സർവീസ് ഈ കേബിൾ സർവീസ് വഴി ഡെലിവർ ചെയ്യുന്നുണ്ട്. അതിനുള്ള ടെക്നോളജി വികസിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ അത് ഈ കേബിൾ സർവീസ് വഴി നമുക്ക് അവൈൽ ചെയ്യാം, ഇൻക്ലൂഡിങ് മീഡിയ, വോയിസ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അത് റീസെൻ്റ്ലി എമർജ് ചെയ്ത ഒരു ടെക്നോളജിയാണ്. ഓക്കെ, ധാരാളം കേബിൾ ഓപ്പറേറ്റേഴ്സ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വിസാറ്റ് സർവീസസ്. വിസാറ്റിൻ്റെ ഫുൾ ഫോം പഠിക്കുക. വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ എന്നതാണ് വിസാറ്റിൻ്റെ ഫുൾ ഫോം. വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ. ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സർവീസാണ്. ഉപഗ്രഹവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസാണ് വിസാറ്റ് സർവീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഓഫേഴ്സ് ബിസിനസ് ആൻഡ് ഗവൺമെൻറ് ഏജൻസീസ് എ ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ സർവീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. നമുക്ക് മൊബൈൽ ഫോണുകൾക്ക് ചിലപ്പോൾ റേഞ്ച് നഷ്ടപ്പെടും. റേഞ്ച് ഉള്ള ഏരിയയിൽ പോലും ചിലപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്, കോള് കട്ടാകാറുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. ഇങ്ങനെയൊന്നും സംഭവിക്കാതെ വളരെ അൺഇൻറ്ററപ്റ്റഡായ ഒരു സർവീസ്, വളരെ റിലയബിളായ ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസാണ് ഈ വിസാറ്റ് സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ടെലിമെഡിസിൻ ആണ്. ഉദാഹരണത്തിന്, ഒരിക്കൽ ജർമ്മനിയിൽ നിന്ന് ഒരു ഡോക്ടർ ഇന്ത്യയിലെ ഒരു പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ ജർമ്മനിയിൽ, രോഗി ഇന്ത്യയിൽ. ഇത് ആധുനികമായ ടെലികോം ഫെസിലിറ്റീസ്, ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ, അപ്പോൾ സപ്പോസ് ഹാർട്ടൊക്കെ ഓപ്പറേഷൻ തുടങ്ങി, പകുതി കീറി മുറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നെറ്റ്വർക്ക് പോയാൽ എന്ത് സംഭവിക്കും? പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ പേഷ്യൻറ്റ് മരിച്ചു തന്നെ പോകും. അപ്പോൾ ഇവിടെ അൺഇൻറ്ററപ്റ്റഡ് ആയ ഒരു സർവീസ് വേണം. അപ്പോൾ ഇത്തരം അൺഇൻറ്ററപ്റ്റഡ് ആയ സർവീസ് വേണ്ടെടുത്താണ് ഈ വിസാറ്റ് സർവീസ് ഉപയോഗിക്കുക. ന്യൂസ് പേപ്പേഴ്സ് ഓൺലൈൻ,
മാർക്കറ്റ് റേറ്റ്സ്, ടെലി എഡ്യൂക്കേഷൻ. ഓക്കെ, ടെലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അർബൻ ഏരിയ റേഞ്ചുള്ള നമ്മുടെ ഏരിയയിലൊന്നുമല്ല, ഈ തീരെ റേഞ്ച് ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റ് ടെലികോം സർവീസസ് ഒന്നുമില്ലാത്ത റൂറൽ ഏരിയയിൽ, റിമോട്ട് ഏരിയയിലൊക്കെ ടെലി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ സാറ്റലൈറ്റ് ബേസ്ഡായ വിസാറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാം. മറ്റ് ടെലികോം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും പോസിബിൾ അല്ലാത്ത ഏരിയാസിൽ. അതുപോലെ മിലിറ്ററിയും ഈ വിസാറ്റ് സർവീസ് ഉപയോഗപ്പെടുത്തും. ഓക്കെ, വിസാറ്റ് ഫുൾ ഫോം വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ. നെക്സ്റ്റ് DTH സർവീസ്. വി ആർ ഫെമിലിയർ വിത്ത് DTH സർവീസ്, ഡയറക്റ്റ് ടു ഹോം. ഡയറക്റ്റ് ടു ഹോം, ഉപഗ്രഹത്തിൽ നിന്നും നേരിട്ട് നമ്മുടെ വീടുകളിലേക്ക് മീഡിയ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനമാണ്. അതിനെന്താണ് വേണ്ടത്? ഒരു ചെറിയ ഡിഷ് ആൻറ്റിന വേണം, ഒരു സെറ്റ് ഓഫ് ബോക്സും വേണം. ഓക്കെ, സോ മീഡിയ സർവീസസ് ആർ ഡയറക്റ്റ്ലി റിസീവ്ഡ് ഇൻ ഹോം ത്രൂ സാറ്റലൈറ്റ് with the help of a small dish antenna and a set-top box. ഒരു ചെറിയ സെറ്റ് ഓഫ് ബോക്സും ഡിഷ് ആൻറ്റിനയും വെച്ച് ഉപഗ്രഹത്തിൽ നിന്നും നമ്മുടെ മീഡിയ സർവീസസ് നേരിട്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഡയറക്റ്റ് ടു ഹോം. ഓക്കെ, സോ ദീസ് ആർ ദി കമ്മ്യൂണിക്കേഷൻ സർവീസസ് വി ഹാവ് ടു സ്റ്റഡി. പോസ്റ്റൽ സർവീസ് and telecom services. Thank you.